ഇവരുടെ ഒരു സോളിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ അസംതൃപ്തിയിൽ നിന്ന് മാറി ആത്മീയപരമായിട്ടുള്ളൊരു വളർച്ചയിലൂടെ ഇവർ മുന്നോട്ട് പോകുമ്പം അസാധ്യ ലക്ഷ്യബോധമുള്ളവരല്ലേ ഇവർ. അപ്പോൾ ഈ അസാധ്യ ലക്ഷ്യബോധമുള്ള മനുഷ്യരായതുകൊണ്ട് ഇവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിനും ചുറ്റുപാടും ഉള്ള ആൾക്കാർക്കും ഒക്കെ ഗുണമായി വരികയും തൻ്റെ വ്യക്തിപരമായ നേട്ടം തനിക്ക് മാത്രമല്ലാതെ ചുറ്റുപാടുമുള്ളവർക്കൂടെ ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതും അസാധ്യ പവറല്ലേ. ഇവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയാൽ ഇവർ നന്മയുള്ള മനുഷ്യരായാൽ സോൾ ക്വാളിറ്റി ബേസ് ആണ്. അതായത് ഈ 6-8-12 വ്യാഴവും പോയി ശനി ലഗ്നത്തിൽ അല്ലെ ചൊവ്വ ലഗ്നത്തിൽ നിന്നിട്ട് ഉഗ്രഗ്രഹങ്ങൾക്കെല്ലാം ബലം കൂടി ബാക്കി ശുഭഗ്രഹങ്ങളെല്ലാം 6-12 പോയി ബലഹീനരായി പാവാദ്യസ്ഥിതി വന്ന് മൊത്തത്തിലെ അലുക്കുലുത്തായിട്ട് നിൽക്കുന്ന വിശാഖക്കാരുടെ കാര്യമില്ല. ശരിക്കും വ്യാഴത്തിനൊക്കെ ബലപ്പെട്ട് ദൈവാധീനമുള്ള സോൾ ക്വാളിറ്റി ഉള്ളൊരു വിശാഖക്കാരനാണെങ്കിൽ തൻ്റെ നന്മയ്ക്ക് വേണ്ടി താൻ ചെയ്യുന്ന നേട്ടങ്ങളെല്ലാം അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മാറ്റങ്ങൾക്കായിട്ടും ചേഞ്ചസ് ഉണ്ടാക്കാനുമായിട്ടുമൊക്കെ ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതും ഇവർ മാറ്റിയെടുക്കേണ്ടതാണ് എന്നുള്ളതും ഇവരുടെ കർമ്മപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും കൂടിയാണെന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്കറിയാവുന്ന ക്ഷേത്രങ്ങളുടെയൊക്കെ ചില ക്ഷേത്രങ്ങളുടെയൊക്കെ മേലധികാരികളായിട്ടൊക്കെ ഇവർ വന്ന സമയത്ത് ഇവരുണ്ടാക്കിയ മാറ്റം അത്രയും ചത്ത് പണിയെടുത്ത ഇവരത് ചേഞ്ച് ചെയ്തെടുക്കുന്നത് അതെത്ര പേർക്കാണത് ഉപകാരമാവുന്നത്. സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുമ്പം ഉള്ള ഇവരുടെ ഒരു രീതി ഇവരെ ആർക്കും ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ ഇവരുണ്ടാക്കുന്ന മാറ്റങ്ങൾ ശ്ലാഘനീയമാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. നമുക്കൊരു നന്നായി അവർ ചെയ്തത് നന്നായി, ബാക്കിയൊക്കെ കണ്ണടയ്ക്കാം, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവ രീതികൾ ഇവർക്കുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മീയമായ ഒരു വളർച്ചയും കൂടെ ഉണ്ടായാൽ നിങ്ങളുടെ വിജയങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിനോടൊപ്പം മറ്റുള്ളവർക്കൊരു സ്നേഹവും കാരുണ്യവും നിങ്ങളോട് വരികയും ചെയ്യും. ആ സ്വഭാവത്തിലൊരു മാറ്റം വരുത്തിയാൽ മാത്രം മതി. ഒരു ചെറിയ നേച്ചറിൽ ബോധപൂർവം ഒരു മാറ്റം വരുത്തിയാൽ മതി. ബിഹേവിയറിലുമൊക്കെ മാറ്റം വരുത്തേണ്ടതും ആണ്.